ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ബിജോയ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ഷോർട്സ് ഐഡിയാസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ടോപ്പിക്സുകൾ വെച്ചിട്ടാണ് ഞാൻ ഇത് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഒരു 7 ടോപ്പിക്കാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഓരോന്നും ഓരോരോ ടോപ്പിക്ക് വെച്ചിട്ട്, അതായത് ഓരോരുത്തർക്കും ഓരോരോ സ്കില്ലുകളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ സ്കിൽ ഏതാണെന്ന് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് അതിൽ ഏതിലോട്ടാണോ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത് അതിൽ നിങ്ങൾക്ക് ഏത് യൂട്യൂബ് വീഡിയോ ഐഡിയ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഞാൻ അതിൽ 7 ഐഡിയാസാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്കില്ല് നോക്കി നിങ്ങളിതിൽ സെലക്ട് ചെയ്യുക. ഓക്കെ, അതായത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. ോട്ട് പോവാം. ഓക്കെ, ഒന്നാമതായിട്ട് നമുക്കുള്ളത് കുക്കിംഗ് ചാനലാണ്. ഓക്കെ, കുക്കിംഗ് ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിലാണ് ഞാൻ നമ്മൾ പറയുന്ന എല്ലാ ഐഡിയാസും മലയാളം ബേസ്ഡ് ആയിട്ടാണ് ഞാൻ എടുത്തിരുന്നത്. ഓക്കെ, അല്ലാതെ നമുക്ക് വേറെ ടൈപ്പിലുള്ളതും ചെയ്യാം മലയാളത്തിലല്ലാതെ. നിങ്ങൾക്കിപ്പോൾ കുക്കിംഗ് വീഡിയോസ് മലയാളത്തിലല്ലാതെയും അല്ലാതെ ഞാൻ കാണിക്കുന്ന എല്ലാ ടോപ്പിക്കും നിങ്ങൾക്ക് മലയാളം അല്ലാതെ ചെയ്യാം. ഞാനിപ്പോൾ മലയാളം ആണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനൊരു ചാനൽ ഇവിടെ എടുത്തിട്ടുണ്ട്, വില്ലേജ് കുക്കിംഗ് കേരള എന്ന് പറയുന്ന ചാനൽ. ഓക്കെ, 1.79 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. 719 വീഡിയോസാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർ ഷോർട്ട് വീഡിയോസും ലോങ് ഫോം കണ്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസ് ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമുക്ക് ഷോർട്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് പോപ്പുലറിൽ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ നോക്കിയാൽ മതി, ടേസ്റ്റി കേരള സ്റ്റൈൽ ബനാന സ്നാക്ക് റെസിപ്പി. ഓക്കെ, അതിന് 21 മില്യൺ വ്യൂസാണുള്ളത്. ഓക്കെ, ഇപ്പം കുക്കിംഗ് ചാനൽ, അപ്പോൾ കുറേ പേർക്ക് കുക്കിങ്ങിനെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ അറിയായിരിക്കാം, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള കുറേ റെസിപ്പിയും കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കാം. നിങ്ങളെന്ത് ചെയ്യുക, ഷോർട്ട് വീഡിയോ ആയിട്ട്, നിങ്ങൾക്ക് വലിയ സമയമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, യൂട്യൂബിൽ ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ യൂട്യൂബിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. 10 മില്യൺ വ്യൂസ് നമുക്ക് 90 ദിവസം കൊണ്ട് അച്ചീവ് ചെയ്തിട്ടായിട്ടുണ്ട്. പക്ഷേ നല്ലൊരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അത് പറ്റും. ഓക്കെ, അത്രയ്ക്ക് വൈറലായി കഴിഞ്ഞാൽ പറ്റും. ചിലപ്പോൾ ചില വീഡിയോസ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അത് വലുതായിട്ട് വ്യൂസ് കിട്ടണമെന്നില്ല ആദ്യമൊക്കെ. പക്ഷേ ഏതെങ്കിലും ഒരു വീഡിയോ, ഏതെങ്കിലും ഒരു ചെറിയൊരു പർട്ടിക്കുലർ വീഡിയോ എന്ത് ചെയ്യും, പെട്ടെന്ന് ക്ലിക്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ കുക്കിംഗ് വീഡിയോ ചെയ്യുന്നവർ നിങ്ങൾക്ക് അറിയാവുന്ന കുക്കിംഗ് റെസിപ്പീസ് എടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അത് മലയാളത്തിൽ നിങ്ങൾക്ക് വോയിസ് ഓവർ ഇട്ട് വേണമെങ്കിൽ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹെഡിങ് കൊടുക്കുക. ഹെഡിങ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താൽ മതി. വീഡിയോ എടുത്ത് കുറച്ച് ട്രാൻസിഷൻ എഫക്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നേരെ മ്യൂസിക് നമുക്ക് യൂട്യൂബിൽ തന്നെ കിട്ടും. ഓക്കെ, യൂട്യൂബിൽ നിന്ന് തന്നെ നമുക്ക് മ്യൂസിക്കായിട്ട് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, നിങ്ങൾ അതിനെടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഡയറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ കുക്കിംഗ് ചാനൽ ആണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഓക്കെ, രണ്ടാമതായിട്ടുള്ളത് മോട്ടിവേഷണൽ വീഡിയോസ്. അതായത് മോട്ടിവേഷണൽ വീഡിയോസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളെ എന്നും ഡെയിലി ബൂസ്റ്റ് ചെയ്യുന്ന കുറേ പേരൊക്കെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോട്ടിവേഷൻ കൊടുത്തുകൊണ്ട് അവരെ ഒന്ന് ഒരു മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള വീഡിയോസ്. അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ ഓൺ കണ്ടൻറ്റ്, അതായത് ഇപ്പം നിങ്ങൾക്ക് മോട്ടിവേഷനായിട്ടുള്ള കുറച്ച് വാക്കുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ വലിയ ഫേമസ് ആൾക്കാർ പറയുന്ന കോട്ടിൽ നിന്ന് കുറച്ച് ചെറിയ ഒരു കണ്ടൻ്റായിട്ട് കട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, നിങ്ങൾക്കത് മലയാളത്തിൽ വോയിസ് ഓവർ കൊടുത്തിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്നത് ഞാൻ മോട്ടീവ് ഫോക്കസ് എന്ന് പറയുന്ന ഒരു മലയാളത്തിലുള്ള ചാനലാണ്. ഓക്കെ, ജസ്റ്റ് പോപ്പുലറിൽ എടുത്തു കഴിഞ്ഞാൽ ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന ഒരു 3.6 മില്യൺ വ്യൂസ് ഉണ്ട്. ഓക്കെ, അപ്പം ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂട്യൂബിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ എടുത്തിട്ടുള്ള, അതായത് ഈ വീഡിയോസ്, ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 5 സൈറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, എന്നാലും ഞാൻ ഒരു പേര് പറഞ്ഞുതരാം. പിക്സബേ എന്നാണ് ആ സൈറ്റിൻ്റെ പേര്. ഞാൻ യൂസ് ചെയ്യുന്നത് അതാണ്. ഓക്കെ, പിക്സബേ എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലത്തെ ഫ്രീ സ്റ്റോക്ക് വീഡിയോസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് വോയിസ് ഓവറോ അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ തന്നെ മ്യൂസിക്സോ കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ മോട്ടിവേഷൻ വീഡിയോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മോട്ടിവേഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, മൂന്നാമതായിട്ടുള്ളത് ഫുഡും ട്രാവലിങ്ങും രണ്ടും കൂടെ കമ്പൈനായിട്ട്. ഓക്കെ, രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഉള്ളൊരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ഷോർട്സിൽ നിങ്ങൾക്ക് ഫുഡിനെ കുറിച്ചിട്ടുള്ള, അതായത് ഇപ്പോൾ നിങ്ങൾ എന്തായാലും ട്രാവലിങ്ങിന് പോവുകയാണ്, എന്തെന്നായാലും ഒരു നല്ല സ്പോട്ടുകൾ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങും. ഓക്കെ, ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബെസ്റ്റായിട്ടുള്ള ഫുഡും പരിചയപ്പെടുത്താം. ആ സ്ഥലത്തുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് ഒരു വലിയ വ്ളോഗായിട്ടും ചെയ്യാം. ഓക്കെ, രണ്ടും കൂടെ ഒത്തു നടക്കും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഈ ഒരു ചാനൽ ക്വിക്ക് ടു കുക്ക്. അപ്പോൾ വലിയ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല, വെറും 102 വീഡിയോസേ അവർ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്ലോഡ് ചെയ്ത വീഡിയോസും നല്ല ക്വാളിറ്റിയും ഉണ്ട്, എന്നാൽ വ്യൂസും ഉണ്ട്. ഓക്കെ, 1.3 മില്യൺ വ്യൂസാണ്. മലബാർ ബിരിയാണി മെയ്ഡ് ഇൻ വെഞ്ഞാറമ്മൂട്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ അവരുടെ വീഡിയോസ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും
അവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്പോട്ടിൽ പോകുന്നു, സാധാ എന്ന് പറഞ്ഞാൽ ഫുഡ് റിവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം, ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഫുഡ് അവിടെ കിട്ടും എന്നുള്ളത് ഒരു സ്പോട്ടുകൾ പറഞ്ഞു കൊടുക്കുക, ഇവിടെ നല്ല നല്ല ഫുഡുകൾ കിട്ടും എന്നുള്ള സ്പോട്ട് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കാം, ഇല്ലെങ്കിൽ ഫുഡിൻ്റെ റിവ്യൂ ചെയ്യുന്നതായിരിക്കാം. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ ഒരു അഡീഷണൽ ഇൻകവും ആവും. അപ്പോൾ നിങ്ങൾക്ക് നേരെ എന്ത് ചെയ്യാം, ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും പറ്റും. ഓക്കെ, 4ാമത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ മേക്കപ്പാണ്. ഓക്കെ, മേക്കപ്പ് ട്യൂട്ടോറിയലാണ്. മലയാളത്തിൽ തന്നെ ഇപ്പം മേക്കപ്പും നമുക്കിപ്പോൾ അല്ലാത്ത ട്യൂട്ടോറിയൽ ടൈപ്പ് വീഡിയോസും ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൽ ഏറ്റവും കൂടുതൽ ഗേൾസ് ആയിരിക്കാം ഇതിലോട്ട് വരിക. ഓക്കെ, പിന്നെ ആൺപിള്ളേർക്ക് വന്നുകൂടെന്നല്ല, പക്ഷേ ആൺപിള്ളേർ ഇങ്ങനെ കൂടുതലായിട്ട് ഇതിലോട്ട് ഫോക്കസ് ചെയ്യാത്തത് കൊണ്ട് ഏറ്റവും കൂടുതൽ പെൺപിള്ളേരായിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക. ഓക്കെ, അപ്പം ഈ ഒരു ചാനൽ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരു ഉപയോഗം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് കൂടെ ഇതിൻ്റെ കൂടെ സൈഡായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സൈഡായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ആമസോൺ അഫിലിയേഷൻ ഫ്രീ ആയിട്ട് നമുക്ക് സൈനപ്പ് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതിൻ്റെത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പരിചയപ്പെടുത്തുന്ന പ്രോഡക്റ്റ്സ് ആമസോണിലുള്ളതാവാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഓരോരോ സൈറ്റുകളുള്ളതാവാം, ആ സൈറ്റുകളിൽ നിന്നൊക്കെ നമുക്ക് അഫിലിയേറ്റഡ് മാർക്കറ്റ്. അപ്പോൾ ഈ ഒരു ഷോർട്സ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഈ പ്രോഡക്റ്റ് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക, അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആരെങ്കിലും അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ബൈ ചെയ്താൽ നിങ്ങൾക്ക് അവിടെ നിന്നും ഒരു ആമസോണിൽ നിന്നും നിങ്ങൾക്ക് ഒരു എന്ത് ചെയ്യാം, അഡീഷണൽ ആയിട്ടുള്ള ഇൻകം, അതിൻ്റെ ഒരു ചെറിയൊരു പെർസെൻറ്റേജ് നിങ്ങളുടെ പോക്കറ്റിലോട്ട് എപ്പോഴും വരും, മാസം തോറും നിങ്ങൾ ആ പോക്കറ്റിലോട്ട് വരും. ഓക്കെ, ആ ഒരു മെത്തേഡും ഇതിലോട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഞാൻ ഈ ഒരു ചാനൽ സെലക്ട് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് പോപ്പുലർ എടുത്തു കഴിഞ്ഞാൽ 8.3 മില്യൺ വ്യൂസാണ്. സിമ്പിൾ ബ്രൈഡൽ ലുക്ക് വിത്ത് ലാക്മി. ഓക്കെ, അതായത് ഈ ഒരു ഇങ്ങനത്തെ ഒരു വീഡിയോസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഓരോരോ വീഡിയോസും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ അനുസരിച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് കമൻറ്റ്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്, അതെല്ലാം നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ചെയ്യാവൂ. ഓക്കെ, അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ആനിമൽസിൻ്റെ ഫണ്ണി ഡബ് വീഡിയോ ആണ്. ഓക്കെ, ഞാനിപ്പോൾ ഒരു ചാനൽ ഉദാഹരണമായിട്ട് എടുത്തിരിക്കുന്ന ഡസ്റ്റി ഫോക്സ് എന്ന് പറയുന്ന ചാനലാണ്. അപ്പോൾ ഈ ചാനലുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ഞാൻ ഷോർട്ട് സെക്ഷനിൽ പോപ്പുലർ അടിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് 22 മില്യൺ മലയാളത്തിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുള്ളി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വേറെ, അതായത് ഇതേപോലത്തെ വീഡിയോസ് ചെയ്യുന്ന ഫണ്ണി ആനിമൽസ് വീഡിയോസും ഇതിൻ്റെ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ ചാനൽ ചെക്ക് ചെയ്ത് നോക്കുക, ഇതുപോലത്തെ എല്ലാ വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതുപോലത്തെ വീഡിയോസ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ക്രിയേറ്റീവ് കോമൻസിലുള്ള വീഡിയോസ് എല്ലാം നമുക്ക് എടുക്കാനായിട്ട് പറ്റും. നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ കോപ്പിറൈറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് വോയിസ് ഓവർ കൊടുക്കുക, ഒരു ഫണ്ണി ബാക്ക്ഗ്രൗണ്ട് വഴി പോവുക, എന്നിട്ട് ഒരു ഫണ്ണി ബാക്ക്ഗ്രൗണ്ടും ഫണ്ണി വോയിസ് ഓവറും കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് അവിടെ ഒഴിവാവുകയാണ്. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ആയിട്ടുള്ള ഒരു ചെറിയ ബാനറിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞും പോകാം. ഓക്കെ, അപ്പം നമ്മുടെ ഫേസും കാണിക്കുന്നുണ്ട്, അപ്പം അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോപ്പിറൈറ്റ് ഒഴിവാക്കാനായിട്ട് വരും. ഡയറക്റ്റ് അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ഉണ്ടാവും. ഇതൊക്കെ കാരണം നമ്മുടെ വീഡിയോസ് അല്ല, നമ്മൾ എടുക്കുന്നതാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും കഴിവ് കാണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്നേ വോയിസ് ഓവർ കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസോ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ, ആൾക്കാരുടെ ഈ ഒരു വീഡിയോസിലൂടെ ചിരിപ്പിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനായിട്ട് പറ്റും. അടുത്തതായിട്ട് ഉള്ളത് ഫാക്റ്റ് ചാനലാണ്. ഓക്കെ, ഫാക്റ്റ് ചാനലുകളിന് ഏറ്റവും കൂടുതൽ നല്ല വ്യൂസ് ഉള്ളതാണ്. അത് മലയാളികൾക്കെന്നല്ല, പൊതുവേ ഏറ്റവും കൂടുതൽ ഫാക്റ്റ് ചാനലുകൾക്ക് വ്യൂസ് കൂടുതലാണ്. ഫാക്റ്റ് ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമോ 10 കാര്യങ്ങൾ, അല്ലെങ്കിൽ ദിവസവും 10 ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ, അങ്ങനെ സിമ്പിളായിട്ടുള്ള ഫാക്റ്റുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഞാൻ ഇപ്പം വിസ്ഡം വിത്ത് ഡി എന്ന് പറയുന്ന ഒരു ചാനലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പോപ്പുലർ. ഓക്കെ, 8.8 മില്യൺ വ്യൂസ് വരുന്നുണ്ട്. ഓക്കെ, ഞാൻ അവിടെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓരോരോ കാര്യങ്ങൾ, ഇപ്പം എന്തായിട്ട് പൊതുവേ നടക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഫാക്റ്റ് ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, പൊതുവായിട്ട് നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലോട്ട് എത്തിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ വീഡിയോയിൽ ഞാൻ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് പറഞ്ഞാൽ കേരളത്തിൽ നിന്നൊരു പെൺകുട്ടി പിന്നെ മറ്റേ ടാലൻറ്റ് ഷോയ്ക്ക് പോയതിന് ശേഷമുള്ള ഒരു കാര്യമാണ്. അതിനാണ് ഇത്ര വ്യൂസ് കിട്ടാനുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ആൾക്കാർക്ക് എന്താണ് ഇൻട്രസ്റ്റ് ഉള്ളതെന്ന് നോക്കിയതിന് ശേഷം ആ ഒരു ടോപ്പിക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത ലാസ്റ്റത്തെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാൻസാണ്. ഓക്കെ, അപ്പം കുറേ പേര് നല്ല വൃത്തി ഡാൻസ് കളിക്കുന്നവരുണ്ടാവാം, ഇല്ലെന്നുണ്ടെങ്കിൽ പാടുന്നവരുണ്ടാവാം, കവർ സോങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ടാവാം. അവരെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ലാസ്റ്റത്തെ ഒരു കണ്ടൻറ്റ് ഇത് സെലക്ട് ചെയ്യാനുള്ള കാരണം. ഡാൻസ് കളിക്കുന്ന കുറേ പേരുണ്ട്, കാരണം അവർ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ യൂട്യൂബ് ഷോർട്സിലും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റവന്യൂവും കൂടെ കിട്ടും. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന ഇഷ ഹക്കീം എന്ന് പറയുന്ന
ഒരു പുള്ളിക്കാരുടെ ഒരു ചാനലാണ്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാ വീഡിയോസിനും നല്ല വ്യൂസ് ഉണ്ട്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും. ഓക്കെ, ഇതുപോലത്തെ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഡാൻസ് കളിക്കണമെന്നൊന്നും ഞാൻ പറയണില്ല. പിന്നെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഒന്ന് കളിച്ച് നോക്കുക. അഥവാ എങ്ങാനും ഇതുപോലെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ഓക്കെ, ജസ്റ്റ് പോപ്പുലറിൽ എടുത്തു കഴിഞ്ഞാൽ 16 മില്യനാണ് വ്യൂസാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ മ്യൂസിക് ഡയറക്റ്റ് നിങ്ങൾ എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ മ്യൂസിക്കോട് കൂടി അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ കിട്ടും. ഓക്കെ, ഷോർട്സ് ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുക്കുക, എന്നിട്ട് ഈ മ്യൂസിക് നിങ്ങൾ യൂട്യൂബിൻ്റെ ലൈബ്രറിക്കകത്ത് തന്നെ ഷോർട്സിൽ നമുക്ക് അതിൻ്റെ മ്യൂസിക്കുകൾ ചെയ്യുന്ന വീഡിയോയുടെ മ്യൂസിക് നമുക്ക് യൂട്യൂബിൻ്റെ ലൈബ്രറിക്കകത്ത് നിന്ന് തന്നെ എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഷോർട്സിന് മാത്രമേ ഉള്ളൂ. അത് മൊബൈൽ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, വീഡിയോ അപ്ലോഡ് ചെയ്യാൻ മൊബൈലാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷനും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് വരുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്താലേ നിങ്ങൾക്ക് മോണിറ്റൈസേഷന് കൊടുക്കാൻ പറ്റൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഫുള്ളും കോപ്പിറൈറ്റ് ഇഷ്യൂ ആയിരിക്കും. കാരണം നമ്മൾ ഓൾറെഡി ഒരു മ്യൂസിക് എടുത്തിട്ട് ഈ വീഡിയോയിലോട്ട് എഡിറ്റ് ചെയ്ത് കയറ്റി കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് എന്നേ ഇവിടെ കാണുള്ളൂ. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് റവന്യൂ കട്ടായി പോവും. നമുക്കും ഒരു റവന്യൂ കിട്ടും, അവർക്കും ഒരു റവന്യൂ കിട്ടും. ഓക്കെ, അങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഡാൻസും കാര്യങ്ങളും ഓരോരുത്തരുടെ സ്കില്ലിനനുസരിച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടോപ്പിക്സാണ്, അതായത് ചാനൽ ഐഡിയാസാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തു തുടങ്ങുക. ഓക്കെ, അപ്പം ഇതുപോലത്തെ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.